എന്റെ ഉപ്പപ്പാന് ഒരാനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മാടമ്പിത്തരം കാട്ടി ജനത്തിന് മേൽ കുതിര കയറാമെന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും കേരളം വെച്ച് പൊറപ്പിച്ച ചരിത്രമില്ല. കേരള മണ്ണിന്റെ പ്രത്യേകത മാത്രമല്ലത്, സാക്ഷരരായ ജനതയുടെ ചങ്കുറപ്പ് കൂടിയാണത്. ഇവിടെ മാടപ്പിത്തരങ്ങൾ വിലപ്പോവില്ല. മുട്ടാപ്പോക്കും മാർക്കട ബുദ്ധിയുടെ ചട്ടമ്പിത്തരവുമൊക്കെ വിജയം കണ്ടിരുന്നത് രാജഭരണ കാലത്തായിരുന്നു. കാലം മാറി എന്നത് മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേശൻ മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല. കലണ്ടറിൽ 2024 കേരളം താണ്ടാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ഇരന്നു വാങ്ങിയ മന്ത്രി കസേരയിൽ കയറിയിരുന്ന് ഈ ലോകം മുഴുവൻ ഇപ്പോൾ ഞാൻ വെട്ടി വിഴുങ്ങുമെന്ന് കാട്ടുന്ന മന്ത്രി ഗണേശന്റെ അഭ്യാസ പ്രകടനം. ഇത്രയും പറഞ്ഞത് ഒരു മന്ത്രി കസേര കിട്ടിയെന്നു കരുതി ലോകം മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണെന്ന് ചിന്തിക്കുന്ന അല്പത്തെ പറ്റി പറയാനാണ്. നല്ല പരിഷ്കാരങ്ങൾ വേണ്ട എന്നല്ല ഇപ്പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. നല്ല പരിഷ്കാരങ്ങൾ വേണം, പക്ഷെ അത് ജനദ്രോഹപരമായിട്ടാവരുത്. അഴിമതി തുടച്ചു നീക്കാൻ കഴിയുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക തന്നെ വേണം, പക്ഷെ അത് പടിപടിയായിട്ട് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്നിരിക്കെ എടുത്തു ചാടി ഇപ്പോൾ ഞാൻ ഗതാഗത വകുപ്പ് മൊത്തം വെളുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിറങ്ങുന്നത് മന്ത്രി ഗണേശന്റെ അല്പത്തരമാണ്. അതൊരു തരം മാടമ്പിത്തരമാണ്. അതങ്ങ് പുത്തൂരിലെ പഴയ തറവാട് മുറ്റത്ത് പോലും ഗണേശന് നടക്കാത്ത സത്യവുമാണ്. കൃത്യമായ കാഴ്ചപ്പാടുകളും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്താതെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിഷ്കാരങ്ങളും കേരള മണ്ണിൽ വിജയിച്ച ചരിത്രമില്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തവരും അല്ലാത്തവരുമായ ഇന്നാട്ടിലെ ജനത ഡ്രൈവിംഗ് ലൈസൻസിനായി അയൽ സംസ്ഥാനങ്ങൾ തേടി പോകേണ്ട ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് മന്ത്രി ഗണേശന്റെ നിരുത്തരവാദിത്തമായ തീരുമാനങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത്. ലേണേഴ്സ് എടുത്ത് കാലാവധി തീർന്നവർ കേരള ഗതാഗത വകുപ്പിലെ ഗുരുതരമായ പ്രതിസന്ധിയുടെ വെളിച്ചത്തിൽ അയൽ സംസ്ഥാനങ്ങളിലെ ബന്ധുക്കളുടെ മേൽവിലാസത്തിൽ ആധാർ കാർഡുകളിലെ മേൽവിലാസങ്ങൾ പോലും മാറ്റി ഡ്രൈവിംഗ് ലൈസൻസുകൾ എടുക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത് സംസ്ഥാന ഖജനാവിന് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന യുവാക്കളെയാണ് മന്ത്രി ഗണേശൻ ഒറ്റയടിക്ക് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. അവരിൽ വിദേശത്ത് പോകേണ്ടവരുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായ തൊഴിലുകൾക്ക് അപേക്ഷിച്ചിരിക്കുന്നവരുണ്ട്. മന്ത്രി ഗണേശനെ അവരെല്ലാം തലക്കടിച്ച് പ്രാവുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പുതിയ പരിഷ്കാര പ്രകാരം ലേണേഴ്സ് ലൈസൻസ് എടുത്ത ആൾ ടെസ്റ്റ് നടത്താൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് മന്ത്രി ഗണേശൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു തുടങ്ങിയ ഗണേശന്റെ പരിഷ്കാരം ഗതാഗത വകുപ്പിനെ മൊത്തത്തിൽ കുളമാക്കി നാണം കെടുത്തിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകൾ പരിഷ്കാരം മൂലം ഉണ്ടാവുന്നതായി പറയുന്ന പ്രധാന ആരോപണവും ഇത് തന്നെ. ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ഈ രീതിയിൽ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ എച്ച് ഒഴിവാക്കിയതുപോലെയുള്ള നടപടികൾ അവർ അംഗീകരിക്കുമ്പോഴും 30 പേർക്ക് മാത്രം ടെസ്റ്റിന് അവസരമെന്ന തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സ്കൂളുകളും അധ്യാപകരും ജീവനക്കാരും എന്നതാണ് ശ്രദ്ധേയം. സംസ്ഥാനത്ത് ഒരാഴ്ചയിലേറെയായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ്. ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർ ഗ്രൗണ്ടുകളിൽ എത്തിയ ഇടങ്ങളിലാവട്ടെ പലയിടത്തും ടെസ്റ്റിനായി ആരും തിരിഞ്ഞു നോക്കിയതേയില്ല. ചിലയിടത്ത് എത്തിയവരെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ മടക്കി അയച്ചു. ടെസ്റ്റ് നടത്താതിരുന്ന മിക്ക കേന്ദ്രങ്ങളിലും സമര കാഹളമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ ഒരു മന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഭരിക്കാൻ കഴിവില്ലെങ്കിൽ സ്വയം പ്രഖ്യാപിച്ച് രാജിവെച്ച് ഇറങ്ങി പോവുകയാണ് വേണ്ടത്, അല്ലാതെ ജനത്തിന് മേൽ കുതിര കയറി അവരെ കഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലേണേഴ്സ് എടുത്തവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ 1.5-2 വർഷം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. പുതിയ രീതിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് 2 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻഡസ്ട്രി ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ആരോപിച്ചിരിക്കുന്നത്. നേരത്തെ നടത്തി വരുന്ന 120 ടെസ്റ്റ് സ്ലോട്ടുകൾ 30 ആക്കിയാണ് കുറച്ചിരിക്കുന്നത്. 40 സ്ലോട്ടുകളാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. അതിൽ 10 എണ്ണം ഗൾഫിലും മറ്റും പോകുന്ന അത്യാവശ്യക്കാർക്കും വേണ്ടിയാണ്. 90 സ്ലോട്ടുകളുടെ കുറവുണ്ടായിരിക്കുന്നത് ലൈസൻസിനായി വരുന്നവരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുക. കൊടുവള്ളിയിൽ 120 സ്ലോട്ടുള്ളപ്പോൾ പോലും 3 മാസം കഴിഞ്ഞാണ് ഒരാൾക്ക് ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞിരുന്നത്. അതിപ്പോൾ 4-1 കുറച്ചു. നിലവിൽ 3 മാസം കാത്തിരിക്കുന്നവർ ടെസ്റ്റ് നടത്താൻ കുറഞ്ഞത് 1 വർഷക്കാലം കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു MVI മാത്രമുള്ള ഓഫീസുകളിൽ ആഴ്ചയിൽ 2 തവണയാണ് ടെസ്റ്റ് നടത്തി വന്നിരുന്നത്. നല്ല പരിഷ്കാരങ്ങൾ നല്ലതു തന്നെയാണ്, പക്ഷെ അത് പ്രായോഗികമാക്കാൻ കഴിയുന്നതാവണം, അല്ലാതെ ജനത്തെ ബുദ്ധിമുട്ടിക്കരുത്.
ഡ്രൈവിംഗ് സ്കൂളിന് ലൈസൻസ് വേണമെങ്കിൽ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റമുള്ള വാഹനത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെ എടുക്കണം. പഠിക്കുന്ന ആൾക്കും പഠിപ്പിക്കുന്ന ആൾക്കും ക്ലച്ചും ബ്രേക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം. ഇതിന് പ്രത്യേകം പരിശോധന നടത്തിയാണ് വാഹന വകുപ്പ് അനുമതി നൽകാറുള്ളത്. പുതിയ രീതിയിൽ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റമുള്ള വാഹനങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ഇത് അപകട സാധ്യത കൂട്ടുമെന്ന് ഉറപ്പാണ്. ടെസ്റ്റിന് വാഹനം ഓടിക്കുന്നയാൾ ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ടിയാൽ വലിയ അപകടമാണ് ഉണ്ടാവുക. ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം, അതായത് ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പരിശോധനയ്ക്ക് ബ്രേക്ക് ചവിട്ടി വാഹനം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ സ്ലോട്ട് ബുക്കിംഗ് കുറച്ചത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. ഗുജറാത്തിൽ 260 സ്ലോട്ടാണുള്ളത്. തമിഴ്നാട്ടിൽ 220 സ്ലോട്ടുണ്ട്. കേരളത്തിലെ ഗതാഗത മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് സ്ലോട്ട് കുറച്ചത്. ചില സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നിലവിലെ സംവിധാനത്തെ തകർക്കുന്ന നടപടിയാണ് മന്ത്രി ഗണേഷ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് നടത്തുന്ന രീതികളിൽ വരുത്തിയ മാറ്റം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അംഗീകരിക്കുന്നു. ആളുകൾ കൃത്യമായി വാഹനം ഓടിക്കാൻ പഠിച്ച ശേഷം ലൈസൻസ് നൽകി റോഡിൽ ഇറങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുന്നത് അല്ലാത്ത മന്ത്രി ഗണേശന്റെ വിഡ്ഢിത്തമാണ്. അതിർത്തി ജില്ലകളിലുള്ള നിരവധി പേരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് നേടി വരുന്നത്. ഇതിനായി പ്രത്യേകം ഏജൻസികളുമുണ്ട്. വയനാട് ജില്ലയിലുള്ള പലരുടെയും ലൈസൻസ് കർണാടകയിലേതോ തമിഴ്നാട്ടിലേതോ ആണ്. കേരളത്തിൽ ചെലവാകുന്ന അത്രയും തുക മതി കർണാടകയിലെയും ലൈസൻസ് കിട്ടാൻ. ലേണേഴ്സ് ടെസ്റ്റ് ഏജന്റുമാർ തന്നെ എഴുതി ജയിപ്പിക്കും. ടെസ്റ്റ് സമയത്ത് ഉദ്യോഗസ്ഥനെ വാഹനം റോഡിലൂടെ അല്പദൂരം ഓടിച്ച് കാണിക്കണം എന്ന നിബന്ധനയുമുണ്ട്. കേരളത്തിൽ ലൈസൻസ് എടുക്കുന്നത് പ്രതിസന്ധിയിലായതോടെയാണ് വയനാട്, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് നേടാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ H വരച്ച് കിട്ടാത്തവർ നേരെ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ ആണ് നേരത്തെ പോയിരുന്നത്. കേരളത്തിലെ ലൈസൻസ് ടെസ്റ്റ് ബാലകേറ മലയായതോടെ കർണാടകയിലും തമിഴ്നാട്ടിലും ടെസ്റ്റ് നടത്താൻ പോവുകയാണ് മലയാളികൾ. ഇതുവഴി ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള രീതി തുടരുന്ന പക്ഷം ഒരാൾക്ക് ലൈസൻസ് കിട്ടാൻ ചുരുങ്ങിയത് 6 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ആദ്യത്തെ തവണ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ടെസ്റ്റിന് 6 മാസം കാത്തിരിക്കുകയാണ് വേണ്ടത്. ഈ കാത്തിരിപ്പ് ചിലപ്പോൾ 2 വർഷം വരെ നീണ്ടുപോകും. ഡ്യുവൽ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കുന്നതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ നഷ്ടമാണ് മന്ത്രി ഗണേശന്റെ ഭരണ പരിഷ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. 30 പേർക്ക് ഡ്രൈവിംഗ് സ്കൂൾ 1 മാസം എങ്ങനെ നടത്തി മുന്നോട്ട് പോകുമെന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. അതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകൾ കടുത്ത സമരത്തിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.